ഹായ്. ഞാൻ ആമസോണിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ എനിക്കൊരു ഫോൾഡ് വന്നിട്ടില്ല. ആദ്യമായിട്ട് എനിക്കൊരു ആമസോൺ എന്നെ പറ്റിച്ചു. പറഞ്ഞുതരാം എന്തുവാണെന്നേ. ഞാനൊരു സാധനം ഓർഡർ ചെയ്തു. ഞാനല്ല, എനിക്ക് വേണ്ടിയിട്ടൊരു മാഡം ഓർഡർ ചെയ്തു. അപ്പോൾ അത് പിന്നെ ഞാൻ ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് വന്നത് മാറിപ്പോയി. അത്യാവശ്യമുള്ള സാധനമായിരുന്നു കേട്ടോ. ഇതാണ് ഈ സംഭവമാണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ കേൾവിക്കുറവുള്ള പിള്ളേർക്ക് ഹിയറിംഗ് എയ്ഡ് വയ്ക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എനിക്ക് വേണ്ടത് P13 ആണ്. പക്ഷേ ആമസോൺ എനിക്ക് തന്നത് P10 ആണ് തന്നത്. എനിക്ക് വേണ്ടത് ഇതാണ് വേണ്ടത്. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഞാൻ വലിയ സന്തോഷത്തിൽ ഒന്ന് വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ P10 ഇത് അവൻ എന്തായാലും സുട്ടാകത്തില്ല. പിന്നെ ഞാനത് നാക്കുലനിഷിൽ നിന്നാണ് ഇത് മേടിക്കുന്നത്. ഇത് ഈ ഒരു 6 തന്നെ ഒരു മാസത്തേക്ക് വരും. 6 108 രൂപയേ ഉള്ളൂ. അപ്പം അവിടെ നിന്നാണ് ഞാൻ പോയി അവിടെ നിന്ന് മേടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ആ ഒരു സ്ട്രിപ്പ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ ആ മാഡത്തിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വന്നു, പക്ഷെ മാറിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് വിഷമിക്കേണ്ട, കുഴപ്പമില്ല, നമുക്ക് വേറെ ഓർഡർ ചെയ്യാം. അതെന്തായാലും അവരെ മിസ്റ്റേക്കല്ലേ, നമ്മളെ മിസ്റ്റേക്ക് അല്ലല്ലോ. ആദ്യമായിട്ട് എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് ഇത്രയും നാളായിട്ട്. അതുകൊണ്ട് അത്യാവശ്യമുള്ളൊരു സാധനം. മോന് സ്കൂളിലൊക്കെ പോകുമ്പോൾ കേൾക്കണ്ടേ. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കേക്ക് വെച്ചിട്ടില്ല, ബാറ്ററി തീർന്നുകൊണ്ട് അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെയും തീർന്നു പോയായിരുന്നു. പിന്നെ വന്ന സ്ഥിതിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഇത്രയും കിട്ടി. അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാർ ഒന്നൊന്ന് പറയാനായിട്ട് ഒന്ന് സൂക്ഷിക്കുക. വന്നാലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാം, മാറ്റിയെടുക്കാം. എന്നാലും നമ്മൾ അത്യാവശ്യത്തിരിക്കുമ്പോഴത്തേക്ക് വരുമ്പോൾ മാറിപ്പോകുമ്പോൾ നമുക്കതൊരു വിഷമമല്ലേ. കുഴപ്പമില്ലാതെ ഇനി മാറ്റി മേടിക്കണം. എന്നാലും ആമസോൺ എന്നെ ആദ്യമായിട്ട് എന്നെ പറ്റിച്ചല്ലോ. എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വിഷമം. കുഴപ്പമില്ല. നിങ്ങളിതുപോലത്തെ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മളിപ്പോൾ ചെരുപ്പ്, ഡ്രസ്സ് അങ്ങനെയൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതുപോലത്തേക്ക് മേടിക്കുമ്പോഴത്തേക്കും നമ്മളൊന്ന് കരുതിയിരിക്കുക. അത്രയേ ഉള്ളൂ. വരുന്നത് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.